എന്താ സർ ഈ സമയത്ത് വന്നത്? പാർവതി എന്താ ഇന്ന് കമ്പനിയിലേക്ക് വരാത്തത്? കല്യാണത്തിന്റെ കുറച്ച് ജോലികളുണ്ട്, അതാ വരാൻ പറ്റാത്തത്. ശരിക്കും കല്യാണത്തിന്റെ കാര്യങ്ങൾക്കാണോ പാർവതി ലീവ് എടുത്തത്? അതോ പാർവതിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്നോടോ പ്രിയനോടോ പറഞ്ഞ ഞങ്ങൾ ടെൻഷനാവുമെന്ന് കരുതി പാർവതി എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല സർ. ചേട്ടൻ പണയം വെച്ച ആഭരണങ്ങള് ഞങ്ങളിന്ന് ബാങ്കിൽ പോയി തിരിച്ചെടുത്തു. ഓ, ഇനി മുതൽ ലീവ് എടുക്കുകയാണെങ്കിൽ ഞാൻ സാറിനോട് നേരത്തെ പറയാം. സാറ് കഷ്ടപ്പെട്ട് ഇങ്ങനെ നേരിട്ട് വരേണ്ട കാര്യമില്ല. പാർവതി ലീവ് എടുത്തതിന് വഴക്ക് പറയാനല്ല ഞാൻ വന്നത്. പാർവതി എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് കിടക്കാണോന്ന ഒരു ടെൻഷനിലാണ് ഞാൻ വന്നത്. പാർവതി എന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പണ്ടത്തെ കാര്യങ്ങൾ മനസ്സിലുള്ളതുകൊണ്ട് പാർവതിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പ്രിയനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാമായിരുന്നു. പ്രിയന് പാർവതി എങ്ങോട്ടാണ് പോയെന്ന് പോലും അറിയില്ല. ചേച്ചിയുടെ ആഭരണങ്ങൾ തിരിച്ചെടുക്കാനാണ് പോയതെന്ന് പ്രിയനോട് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം? എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാർവതി വല്ലാണ്ട് മാറി എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പാർവതി എന്ത് ചെയ്താലും അതിന് പിന്നിലൊരു കാരണം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പാർവതി ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും കരുതരുത്. ഞാനും പ്രിയനും പാർവതിയുടെ കൂടെയുണ്ട്. പാർവതിക്ക് ഒരു പ്രശ്നവും സംഭവിക്കില്ല. ഞാൻ പ്രിയന്റെ അമ്മയോട് സംസാരിച്ചിരുന്നു. അയ്യോ, സാറെന്തിനാ അവരെ കാണാൻ പോയത്? സാർ അവരോട് എന്താ സംസാരിച്ചേ? ഞാൻ എന്താണ് സംസാരിച്ചത് എന്നുള്ളതല്ല പ്രധാനം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവണം. പാർവതിയുടെ ചേച്ചിയുടെ കല്യാണവും നല്ല രീതിയിൽ നടക്കണം. പക്ഷേ അതിൻ്റെ ഇടയിൽ പ്രിയന്റെയും പാർവതിയുടെയും പ്രണയം തകരരുത്. അതിനുവേണ്ടി ഏതറ്റം വരെ പോവാനും ഞാൻ തയ്യാറാ. ഇല്ല സർ, അതൊന്നും ശരിയാവില്ല. അവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. പ്രിയഞ്ചേട്ടന്റെ അമ്മ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോട്ടെ, അതില് സാർ ഇടപെടണ്ട. അതെങ്ങനെ പറ്റും? നിങ്ങളുടെ ഭാവിയെ പറ്റി പ്രിയന്റെ അമ്മ മാത്രം തീരുമാനിച്ചാൽ മതിയോ? നിങ്ങളുടെ മനസ്സെന്താണെന്ന് അറിയണ്ടേ? പ്രിയഞ്ചേട്ടന് 3 മാസത്തിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ വേറെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ആ സമയത്തിനുള്ളിൽ കല്യാണം കഴിക്കാൻ എനിക്ക് സാധിക്കില്ല. ഈ പ്രശ്നത്തിന് വേറെ പരിഹാരമൊന്നും ഇല്ല സർ. അപ്പോ പ്രിയൻ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചോട്ടെ എന്നാണ് പാർവതി പറയുന്നത്? വിധി അതാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ. വിധിയെ പഴിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ് പാർവതി. പ്രിയന്റെ കൂടെയുള്ള നല്ലൊരു ജീവിത പാർവതിയുടെ മുന്നിലുള്ളത്. അത് വെറുതെ വാശി കാണിച്ച് കളയരുത്. ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു എന്ന് കരുതി തെറ്റൊന്നുമില്ല. പാർവതി പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട. പാർവതിയുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അല്ല സർ, ഞാൻ ശരി. ഈ വിഷയത്തെക്കുറിച്ച് ഇനി സംസാരിച്ച് പാർവതിയോട് വഴക്കുകൂടാൻ എനിക്കൊരു ഉദ്ദേശവുമില്ല. ഞാൻ വന്ന വിഷയം പറയാം. നാളെ മുതൽ നമ്മുടെ കമ്പനി സ്റ്റാഫുകൾക്ക് ക്യാൻറ്റീനിൽ നിന്നും നല്ല ഫുഡ് കൊടുത്തു തുടങ്ങും. അതുകൊണ്ട് നാളെ മുതൽ പാർവതി അവിടെ നിന്നും ഫുഡ് കഴിച്ചാൽ മതി. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടായിരിക്കും ക്യാൻറ്റീൻ്റെ ഉദ്ഘാടനം. അതുകൊണ്ട് വെറും വയറ്റിൽ നേരത്തെ തന്നെ കമ്പനിയിൽ പാർവതി എത്തണം. ശരി സർ. അപ്പൊ നാളെ കമ്പനിയിൽ വെച്ച് കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. നീ പാറുവിനോട് എന്താ സംസാരിച്ച്? അവളിന്ന് ലീവാ. അതിന്റെ കാരണം കൈലാഷ് സാർ എന്നോട് ചോദിച്ചപ്പോ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാനാകെ തകർന്നു പോയി പാറു. സോറി തുളസി. സാരമില്ല. ഞാനവളെ കാത്ത് കമ്പനി നിൽക്കുമ്പോ തന്നെ അവള് ലീവ് ലെറ്ററും ആയിട്ടാ വന്നത്. ഞാൻ കാരണമല്ല അവള് ലീവ് എടുത്തത്. ഞാൻ പാറുവിനോട് മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. പ്രിയഞ്ചേട്ടന്റെ കല്യാണം മറ്റേതെങ്കിലും പെൺകുട്ടിയുമായി നടത്തിക്കോളാൻ പാറു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണമായിരുന്നു. എന്നിട്ട് അവൾ എന്താ കാരണമെന്ന് പറഞ്ഞോ? പറഞ്ഞു.
ചേച്ചിയുടെ കല്യാണവും അതിന്റെ തിരക്കുകളെ കുറിച്ചും പറഞ്ഞു. പക്ഷേ അതെല്ലാം നുണയാണെന്ന് എനിക്ക് മനസ്സിലായി. പാറു ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയാൻ മറ്റെന്തോ ഒരു കാരണമുണ്ട്. അത് തന്നെ എന്റെയും വിഷമം. അവളുടെ പ്രശ്നം എന്താണെന്ന് എന്നോട് തുറന്നു പറയാൻ അവൾ എന്തിനാ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രിയൻ ചേട്ടന് പറയുന്നോണ്ടൊന്നും തോന്നരുത്. ദർശനയുടെയും അമ്മയുടെയും ദേഷ്യത്തില് ഒരു ന്യായം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്.